ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ഈ ദേവയാനിയും അതുപോലെ ജലജയും കൂടെ അവിടെ നിന്ന് ഓരോ കാര്യങ്ങളിങ്ങനെ പറയുക. നയനയെ കൂട്ടിക്കൊണ്ട് വരാൻ ഉള്ള ആ ഒരു താല്പര്യക്കുറവ് ദേവയാനി ജലജയുടെ മുന്നിൽ പറയുന്നു. അപ്പോൾ ജലജ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ, നീ എന്നെ ഇങ്ങനെ തിളപ്പിക്കല്ലേ ജലജെ, നിൻ്റെ ഉള്ളിൽ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ, എന്തിനേട്ടത്തെ എന്നെ കുറ്റപ്പെടുത്തുന്നത്? അച്ഛനും ഏട്ടനും ആദർശം കൂടി പുറത്തു പോയതിന് നയനയും ആദർശം തമ്മിലുള്ള വഴക്ക് തീർക്കാൻ വേണ്ടി തന്നെയാണെന്നുള്ള കാര്യം പറഞ്ഞു. അല്ലാതെ അച്ഛന് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ പറയണു. അത് കേട്ടപ്പോൾ ദേവയാനി ഇങ്ങനെ ചിന്തിക്കുവാണേ. കുറച്ച് ദിവസമായി അച്ഛൻ ആരോടും ഒന്നും പ്രതികരിക്കാതെ എല്ലാം നോക്കി കാണുകയായിരുന്നെന്നും അതിൻ്റെയൊക്കെ അവസാനമാണ് ഇപ്പോൾ ഈ കുഴഞ്ഞു വീണതും ഈ രീതിയിലൊക്കെ സംഭവിച്ചതും. പിന്നെ അച്ഛൻ അത് കഴിഞ്ഞപ്പോൾ നല്ല ഉഷാറായിട്ട് തിരിച്ചു വന്നില്ലേ? അങ്ങനെയുള്ള അച്ഛൻ അസുഖം ഉണ്ടെന്ന് പറഞ്ഞ് ഞാനത് വിശ്വസിക്കില്ല. ഉറപ്പാ അച്ഛൻ്റെ അടവാ ഇതൊക്കെ എന്നും പറഞ്ഞു ജലജ. അത് കൃത്യമായിട്ട് അറിയാവുന്നവളാ ഏട്ടത്തിയുടെ മരുമകള്. അത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം ഓരോ നിമിഷവും ജീവിക്കാനെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞ് ഉപദേശിച്ചു കൊടുക്കുന്നു. അങ്ങനെ ദേവയാനിയോട് ഓരോന്ന് പറഞ്ഞു കൊടുത്തിട്ട് ജലജ അവിടെ നിന്ന് പോയി. ദേവയാനി അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ ഇങ്ങനെ നിൽക്കുവാണേ. അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് പൂജാമുറിയിൽ ഇന്ന് നമ്മുടെ നയന നിന്ന് പ്രാർത്ഥിക്കുക. ഇന്ന് എന്നെ ആദർശേട്ടൻ തിരികെ വിളിച്ചില്ലായിരുന്നെങ്കിൽ അതെൻ്റെ അച്ഛൻ്റെ മരണത്തിന് പോലും കാരണമായനെ എന്നുള്ള കാര്യങ്ങളൊക്കെ നയന ഭഗവാന്റെ മുന്നിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. ആദർശത് പിന്നിൽ വന്ന് നിന്ന് കേൾക്കുക. അത് ഒഴിവാക്കി തന്നതിന് തീരാത്ത നന്ദിയുണ്ടെന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ഞാൻ കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുവളല്ലെന്നും എന്നേക്കാൾ കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് ചുറ്റുമുള്ളവർക്കാണെന്നും എന്നെ സ്നേഹിക്കുന്നവർക്കാണെന്നൊക്കെ നയനം നിന്ന് പ്രാർത്ഥിക്കുക. ഇതൊക്കെ ആദർശ് കേൾക്കുമല്ലേ? അത് എന്നെ മനസ്സിലാക്കുന്ന എൻ്റെ അച്ഛനും അമ്മയ്ക്കും അനിയത്തിക്കും അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി കല്യാണിക്കും കിരണേട്ടനും ഒക്കെ അറിയാമെന്നൊക്കെ ഇങ്ങനെ പറയുന്നു. അതിനേക്കാളൊക്കെ ഉപരി എല്ലാം അറിയാവുന്ന മനസ്സിലാക്കുന്ന അങ്ങേക്ക് മുന്നിൽ എൻ്റെ സന്തോഷവും സങ്കടങ്ങളും തുറന്നു പറയാനും പ്രകടിപ്പിക്കാനും എനിക്ക് ആരുടെയും അനുവാദം ചോദിക്കേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇതൊക്കെ ആദർശമായിട്ടൊന്നും മിണ്ടുന്നില്ല. എൻ്റെ ഭർത്താവ് അവസാന നിമിഷം എന്നെ വന്ന് വിളിച്ചത് കണ്ടല്ലോ. അതൊരു പക്ഷേ എൻ്റെ പ്രാർത്ഥന കൊണ്ടും അദ്ദേഹത്തിന് മുത്തശ്ശനോടും മുത്തശ്ശിയോടുമുള്ള സ്നേഹം കൊണ്ടും ആയിരിക്കാം. എങ്കിലും ഇനി എന്നും ഇവിടെ തന്നെ കഴിയണമെന്ന എൻ്റെ ആഗ്രഹം എന്നുള്ള കാര്യമൊക്കെ പറയണു. എന്ത് പ്രശ്നങ്ങൾ ഉണ്ടായാലും അതിനെയെല്ലാം അതിജീവിച്ച് എനിക്കിവിടെ കഴിയാനുള്ള അവസരം ഒരുക്കണേ ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയന ഇങ്ങനെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഭർത്താവും ഭർത്താവിൻ്റെ അമ്മയൊക്കെ എന്നെ മനസ്സിലാക്കി സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ഒക്കെ ചെയ്യണേ എൻ്റെ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ നയനി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി. നയനി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ ആദർശിതൊക്കെ കേട്ടുകൊണ്ട് നേരെ ഭഗവാന്റെ മുന്നിലേക്ക് വരിക കേട്ടോ. അങ്ങനെ ഭഗവാന്റെ മുന്നിൽ വന്ന് നിന്ന് ആദർശ് അവളുടെ പ്രാർത്ഥന കൊണ്ടായിരിക്കാം ഒരു പക്ഷേ മുത്തശ്ശൻ ഈ ഒരു അവസ്ഥ വന്നതെന്നും ഒരു ഭാഗം മാത്രം കേൾക്കുന്നത് ശരിയല്ലെന്നും എൻ്റെ അമ്മയെ സങ്കടപ്പെടുത്തിയിട്ട് എനിക്കിപ്പോൾ എൻ്റെ ഭാര്യയെ സന്തോഷിപ്പിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണെന്നും അങ്ങനെ ചെയ്തില്ലെങ്കിൽ അതെൻ്റെ മുത്തശ്ശന് വിഷമമുണ്ടാക്കുന്ന കാര്യമാണെന്ന് ഉറപ്പാണ്. ഈ പരീക്ഷണ ഘട്ടത്തിൽ എൻ്റെ ഭാര്യയ്ക്ക് മുന്നിൽ തോൽക്കാതിരിക്കാനും മുത്തശ്ശന് ആപത്ത് വരാതിരിക്കാനും കൂടെ ഉണ്ടാവണം ഭഗവാനെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശം ചെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ഈ നിസ്സഹായത മനസ്സിലാക്കി അവളുടെ മാത്രം പ്രാർത്ഥന കേൾക്കാതെ എനിക്കൊപ്പം നിൽക്കണേ ഭഗവാനെ, അതോടൊപ്പം എൻ്റെ മുത്തശ്ശന് ദീർഘായുസ് നൽകണേ ഭഗവാനെ എന്ന് പറഞ്ഞ ആദർശം അങ്ങനെയും കൂടെ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥനയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് നമ്മുടെ ആദർശ് ഫുഡ് കഴിക്കാനായിട്ട് വന്നിരിക്കുന്നു. നയന വിളമ്പി കൊടുക്കുന്നു. അപ്പോൾ നയനോട് ഇരുന്ന് കഴിക്കാൻ പറഞ്ഞു. ഇന്നെന്താ പതിവില്ലാതെ എന്ന് ചോദിച്ചപ്പോൾ, ഇന്നെൻ്റെ ഭാര്യയ്ക്കൊപ്പം ഇരുന്ന് കഴിക്കാമെന്ന് തോന്നിയതുകൊണ്ടാണെന്ന് ആദർശ് പറയാം. നീ ഇരിക്കാൻ പറഞ്ഞു. നയനയെ വിളിച്ചിരുത്തുന്നു. രണ്ടുപേരും കൂടെ ഭക്ഷണം കഴിക്കുന്നു. അങ്ങനെ ഉള്ളിൽ പല്ല് കടിച്ചുകൊണ്ട് പുറമേ ചിരിച്ച് കാണിച്ച് ആദർശ് സംസാരിക്കുക. പാവം നയനെ അതൊക്കെ ഒരു പരിധി വരെ വിശ്വസിച്ചിങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഇവർ ചിരിയും കളിയും വർത്തമാനവും ഒക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കുന്നതും കണ്ടുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് ഇറങ്ങി വന്നു. മുത്തശ്ശനെ കണ്ടപ്പോഴത്തേക്ക് ആദർശിന് പെട്ടെന്ന് സ്നേഹപ്രകടനം ഇച്ചിരി കൂടി. മുത്തശ്ശൻ കാണുകയാണല്ലോ എന്നുള്ളൊരിതിലെ കഴിക്കുന്നതിന് മുൻപ് നിനക്ക് തന്നിട്ട് കഴിക്കാം എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ഇങ്ങനെ നയനയ്ക്ക് വാരി കൊടുക്കുന്നു. അപ്പോൾ ഇപ്പം സംഭവിക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്ന് നയന പറഞ്ഞു. ഇനി എല്ലാ ദിവസവും ഇങ്ങനെയായിരിക്കും, നിനക്ക് തന്നിട്ട് ഞാൻ കഴിക്കുമെന്ന് ആദർശ് നയനയോട്. പാവം മുത്തശ്ശൻ പുറകിൽ വന്നതൊക്കെ കണ്ട് ചിരിക്കും കേട്ടോ. ആദർശാണെങ്കിലും നയനയെ ഇങ്ങനെ ഊട്ടിക്കൊണ്ടിരിക്കുകയല്ലേ. എന്തായാലും അവർ വളരെ ഗംഭീരമായിട്ട് അവിടെ ജീവിക്കുന്നു. മുത്തശ്ശൻ്റെ മുന്നിൽ നമ്മുടെ ആദർശ് അഭിനയിക്കുന്നു. പാവം നയന ഇതൊക്കെ വിശ്വസിക്കുന്നു. ഈ സമയത്ത് നയന ആദർശിന് വാരിക്കൊടുത്തു, കഴിക്കാൻ പറഞ്ഞു. അപ്പോൾ ആദർശ് അത് വാങ്ങിച്ചില്ല. ഇത്രയും നേരം എനിക്ക് വാരി തന്നല്ലേ, ഇനി ഞാൻ ആദർശേട്ടന് തരാമെന്നും പറഞ്ഞു കേട്ടോ പാവം കൊടുക്കുന്നത്. പക്ഷേ ആദർശ് ആത്മാർത്ഥമായിട്ടല്ലാത്തത് കൊണ്ട് അത് വാങ്ങിക്കുന്നില്ല. കഴിക്കുക ആദർശേട്ടാ കഴിക്കുക എന്നും പറഞ്ഞ് നിർബന്ധിക്കുക നമ്മുടെ നയന. അപ്പോൾ മനസ്സോടെ ആദർശ് അത് വാങ്ങിച്ച് കഴിക്കുന്നു. അപ്പോൾ ഈ എല്ലാ കാര്യത്തിലും എൻ്റെ ഭർത്താവിന് ആദർശമുണ്ട്, കുടുംബജീവിതത്തിൽ മാത്രമേ അത് കാണാതിരുന്നിട്ടുള്ളൂ എന്നുള്ള കാര്യം പറയാം.
നയന ഇനിയിപ്പോൾ അത് പ്രതീക്ഷിക്കാമല്ലേന്ന് ചോദിച്ചപ്പോൾ 100% ആദർശം പറഞ്ഞു. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു. മുത്തശ്ശൻ ആ സമയത്ത് ഇതൊക്കെ കണ്ട് മനസ്സ് നിറഞ്ഞ് അവിടെ നിന്ന് അങ്ങ് പോയി. സമയത്ത് പിന്നെ കാണിക്കുന്നത് മുറിയിൽ വിഷമിച്ചിരിക്കുന്ന മുത്തശ്ശിക്കരികിലേക്ക് മുത്തശ്ശൻ വന്നു. ചില കാഴ്ചകളൊക്കെ കാണുമ്പോൾ സന്തോഷം വരുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ എന്ത് കാഴ്ചയാണ് കണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചെവിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നു. അത് കേട്ടപ്പോൾ മുത്തശ്ശിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അങ്ങനെയെന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ ആദർശ് അവൻ്റെ അമ്മ പറയുന്നതൊന്നും കേൾക്കാൻ പോകുന്നില്ലെന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയുക. എന്ന് വെച്ചാൽ ന്യായമല്ലാത്ത കാര്യങ്ങൾ കേൾക്കില്ലെന്ന് ആ പറഞ്ഞതൊന്നും മുത്തശ്ശൻ ഇങ്ങനെ പറയണം. നയനമോളുടെ ഭാഗത്താണ് ന്യായമെങ്കിൽ അതിനൊപ്പമേ അവൻ നിൽക്കത്തുള്ളെന്നും പറഞ്ഞ് മുത്തശ്ശനും മുത്തശ്ശിയും കൂടെ അവിടെ ഇരുന്ന് അവരെ പറ്റി പറയണം. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇദ്ദേഹം എന്തോ തന്ത്രം പ്രയോഗിച്ചിട്ടുണ്ടല്ലോ. അവസാനത്തെ അടവും പ്രയോഗിച്ചെന്ന് കരുതിക്കോളാൻ പറഞ്ഞു. അതെന്താ അവസാനത്തെ അടവെന്ന് ചോദിച്ചപ്പം ഒന്നുമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തശ്ശൻ ആരാ കൊച്ചു കള്ളൻ. കാരണം എന്താ, ഇവരെ മെരുക്കിക്കൊണ്ടിരാൻ നമ്മുടെ മുത്തശ്ശൻ ഉണ്ടാക്കിയ ഒരു വലിയ കഥ തന്നെയാണത്. അങ്ങനെ ആ ഒരു സംസാരത്തിനിടയിൽ എനിക്കറിയാലോ ഇദ്ദേഹത്തെ, എന്ന് വെച്ചാൽ 10-17 വയസ്സുള്ളപ്പോൾ മുതൽ ഇദ്ദേഹത്തെ ഞാൻ അറിഞ്ഞു തുടങ്ങിയതല്ലേ എന്ന് മുത്തശ്ശി ചോദിക്കാം. 50 വർഷത്തിന് മുകളിലായില്ലേ ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അതെ, ഹാഫ് സെഞ്ചുറി കഴിഞ്ഞെന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറയണം. ഇവിടെ 2 കൊച്ചുമക്കൾ കല്യാണം കഴിഞ്ഞ് മാസങ്ങളെ ആയിട്ടുള്ളൂ. അതിനിടയിലാണ് ഈ അടിയും വഴക്കും ഒക്കെ. എന്ത് ചെയ്യാനാ? എന്തായാലും അതിനിയൊരു അവസാനം ഉണ്ടാകുമെന്ന് വിശ്വസിക്കാമെന്ന് മുത്തശ്ശൻ മുത്തശ്ശിയോട് പറഞ്ഞു. അങ്ങനെ സന്തോഷത്തോടു കൂടി 2 പേരും ഇരിക്കുക അവിടെ. അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നയന രാവിലെ തന്നെ കോലം വരയ്ക്കുക. രാവിലെ എഴുന്നേറ്റ് അപ്പോൾ ആദർശം വന്നിട്ട് എന്ത് കോലം വരച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു. നന്നായിട്ട് ഡിസൈനൊക്കെ ചെയ്യും, പക്ഷേ ഇത് കൊള്ളില്ലെന്ന് ആദർശ് നയനയോട് പറയാം. അപ്പോൾ എല്ലാ ദിവസവും ഒരു കോലമല്ല വരയ്ക്കേണ്ടതെന്നും ചില ദിവസങ്ങളിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ചതുപോലെ നന്നായെന്ന് വരില്ലെന്നൊക്കെ നയന പറഞ്ഞു. എങ്കിലും ഇത് തരക്കേടില്ലെന്നാ എൻ്റെ വിശ്വാസം എന്ന് ആദർശിനോട് നയന. പിന്നെ ഇത് വരയ്ക്കുന്നത് കോമ്പറ്റീഷനിലൊന്നും അല്ലല്ലോ എന്നും പറഞ്ഞു. വീട്ടിനകത്ത് മഹാലക്ഷ്മി വരണം, അതിന് വേണ്ടിയിട്ടല്ലേ എന്നൊക്കെ നയന ചോദിച്ചപ്പോൾ അതെ, മഹാലക്ഷ്മിയുടെ മനസ്സുള്ളവർ വരയ്ക്കണം, അല്ലാതെ നിന്നെപ്പോലുള്ളവർ വരച്ചാലേ മഹാലക്ഷ്മി ഒന്നും വരത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് ആദർശ് വീണ്ടും നയനയോട് പഴയപടി തന്നെ സംസാരിക്കുന്നു. അങ്ങനെ സംസാരിച്ച് തീർന്നില്ല. അതിന് മുതൽ മുത്തശ്ശൻ അങ്ങോട്ടേക്ക് വന്നു. മുത്തശ്ശൻ വന്നപ്പോഴത്തേനും പിന്നെ രക്ഷയില്ലല്ലോ. ആശാൻ കളം മാറ്റി ചവിട്ടുക. എന്തൊക്കെ പറഞ്ഞാലും മനോഹരമായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു. നയനെ അന്നേരം ഇങ്ങനെ അന്തർ വിട്ട് നോക്കുക. എന്താ എന്ന് ചോദിച്ചന്നേരം മുത്തശ്ശനോട് അടുത്തേക്ക് വരിക. അപ്പോൾ സൂപ്പറായിട്ടുണ്ടെന്ന് പറഞ്ഞു ആദർശ്. സത്യം പറയാലോ, കോലം വരയ്ക്കാനും ഡിസൈൻ ചെയ്യാനും വേണ്ടി ദൈവം നിന്നെ സൃഷ്ടിച്ചതുപോലെ എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ആദർശ് നയനയോട് പറയണം. അപ്പോൾ അല്ല, ഇതെന്താ പറ്റിയേ? കുറച്ച് മുമ്പ് ഇങ്ങനെ അല്ലല്ലോ പറഞ്ഞത്. അത് പിന്നെ ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് ഇതിൻ്റെ ഭംഗി എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞു ആദർശ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ലൊരു കോലം ഞാൻ കണ്ടിട്ടില്ലെന്നൊക്കെ ആദർശ് പറയുന്നു. എൻ്റെ അമ്മ വരച്ചാൽ പോലും ഇത്രയും നന്നാവില്ല എന്നും പറഞ്ഞ് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും പിന്നാലെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ നമ്മുടെ എന്താ പറയുന്നത്, ദേവയാനി, ജലജ, അതുപോലെ നവ്യ, ഇവരെല്ലാവരും വരുന്നു. മുത്തശ്ശൻ വന്ന് നിൽക്കുന്നതുകൊണ്ട് പാവം ആദർശിനൊന്നും പാടില്ല. അപ്പം അമ്മ വരച്ചാൽ പോലും ഇത്രയും നല്ല കോലം വരില്ല എന്നൊക്കെ പറയുന്ന ദേവയാനിയുടെ കേൾവിക്ക് ഒരു കുഴപ്പമില്ലല്ലോ, നിന്ന് കേൾക്കുക. അത് മാറ്റി പറയണമെങ്കിലേ എൻ്റെ അച്ഛൻ ജയനാരായണൻ അല്ലാതിരിക്കണമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദർശ് പറഞ്ഞു. അപ്പത്തേനും മുത്തശ്ശൻ അങ്ങ് ഇറങ്ങി വന്നു. മുത്തശ്ശ, ഇത് നോക്കിക്കേ, എത്ര മനോഹരമായിട്ട് ഇവള് കോലം വരച്ചിരിക്കുന്നതെന്ന്, കണ്ടിട്ട് ഒരു പെയിൻറ്റിങ് പോലെയല്ലേ മുത്തശ്ശ എന്ന് ചോദിച്ചപ്പം അതെ, അത് ഇന്നാണോ നിനക്ക് മനസ്സിലാകുന്നതെന്ന് ചോദിച്ചു അച്ഛൻ. ദേവയാനി ഇങ്ങനെ പല്ലുറുമി നിൽക്കുക. മോളിവിടെ വന്നപ്പോൾ എന്നെയും വസുന്ധരയൊക്കെ ആദ്യം ആകർഷിച്ചത് ഈ കോലം തന്നെയാണെന്നുള്ള കാര്യം പറഞ്ഞു. ആര്യക്കോലം ഇടാൻ മോള് കഴിഞ്ഞിട്ടേ മറ്റാരും ഉള്ളെന്നുള്ള കാര്യങ്ങൾ മുത്തശ്ശൻ ഇങ്ങനെ പറയാം. പിന്നെ എന്ന് പറഞ്ഞ് നവ്യ അങ്ങനെ അവിടെ നിൽക്കുന്നേ. അത് തന്നെ മുത്തശ്ശൻ ഞാനും പറഞ്ഞത്, എൻ്റെ അമ്മ പോലെ ഇതുപോലുള്ള കോലമൊന്നും വരയ്ക്കത്തില്ലെന്ന്. അപ്പോഴത്തേക്കും ജലജയും നവ്യ ഇങ്ങനെ നോക്കി ചിരിക്കുക. ദേവയാനിയെ നയനയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പം എന്നാൽ ശരി, ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ആദർശ് അവിടെ നിന്ന് അങ്ങ് പോയി. ആദർശ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ മുത്തശ്ശനകത്തേക്ക് കയറി പോണു. ഈ സമയത്ത് നയന അവിടെ ഇരുന്ന് തൻ്റെ ചിത്രം വര തുടരുന്നു. ആ സമയം ദേവയാനി തുറച്ചു നോക്കി നിൽക്കുമ്പോൾ, നീ ഇതിനെ തുറച്ചു നോക്കി നിൽക്കുന്നത്, നിന്നെപ്പോലെ ഇതുപോലൊരു കോലം ഇടാൻ പറ്റുമെന്ന് മുത്തശ്ശൻ ദേവയാനിയോട് ചോദിക്കുന്നു. അപ്പോഴത്തേക്ക് നവ്യ വന്ന് അത് ഫോട്ടോ എടുക്കുക എന്നും പറഞ്ഞ് നിൽക്കുക. അപ്പം പറ്റില്ല, അതിപ്പോൾ എൻ്റെ മകൻ തന്നെ പറഞ്ഞു കഴിഞ്ഞില്ലേ എന്ന് ചോദിച്ചു ദേവയാനി. ഇത് കേട്ട് നയനെ ആകെ ഞെട്ടുന്നു. സത്യം പറയാൻ ആരെയും ഭയക്കേണ്ട കാര്യമില്ല ദേവയാനി. ഇതിനേക്കാളും നല്ല കോലം നീ ഇടുമെന്ന് നിന്റെ മോൻ പറഞ്ഞാൽ അത് നിന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്നതായിരിക്കുമെന്ന് മുത്തശ്ശൻ ദേവയാനിയോട് പറയണം. ദേവയാനിക്ക് ഇനി തിരിച്ചടികളുടെ കാലമാണല്ലോ.
അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തിരിച്ച് ഉള്ള കാര്യം ഉള്ളതുപോലെ പറയണം. മരുമകൾ തന്നെ അമ്മായിമ്മയെക്കാളും ഭേദം. കോലവിടാൻ മാത്രമല്ല, എല്ലാ കാര്യത്തിലൊന്നും പറഞ്ഞ് നമ്മുടെ നയനയെ പൊക്കി പിടിച്ചിട്ട് അങ്ങ് പോവും അച്ഛൻ. അപ്പോൾ ഇതെന്താ ഏട്ടത്തി കേൾക്കുന്നത്? പറഞ്ഞത് കേട്ടില്ലേ? അച്ഛൻ പറഞ്ഞത് പോട്ടെ, മകനും അതേ അഭിപ്രായക്കാരൻ തന്നെയാണല്ലോ. അമ്മയ്ക്ക് അവൻ 2ാം സ്ഥാനം തന്നു തുടങ്ങിയേട്ടത്തി എന്ന് ജലജ ദേവയാനിയുടെ മനസ്സിനെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് അവിടെ നിന്ന് പറയുന്നു. എന്നിട്ട് ഇങ്ങനെ നയനയെ തുറിച്ച് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മുടെ ദേവയാനി അടുക്കളയിലേക്ക് പോകുന്നു. പിന്നാലെ ജലജ ചെല്ലുന്നു. ഇപ്പം എന്തായി ഏട്ടത്തി? അമ്മ വരച്ച കോലം പോരാ എന്നാണ് മകൻ ഭാര്യയോട് പറഞ്ഞിരിക്കുന്നത്. ആദർശേട്ടനൊരു പെൺകോന്തനാണെന്ന് എനിക്ക് തോന്നുന്നതെന്ന് നവ്യ. അപ്പം നീ എൻ്റെ മോനെയും പെൺകോന്തനാക്കാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ അതൊന്നും നടക്കുന്നില്ല. അതല്ലടി സത്യം എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെയൊന്നും നോക്കാറില്ല അമ്മേ. ഈ കുടുംബത്തിൻ്റെ അന്തസ്സിനൊത്ത രീതിയിൽ തന്നെയാണ് ഞാൻ ഈ വീട്ടിൽ ജീവിക്കുന്നതെന്ന് നവ്യ. അതേപ്പറ്റി ഒന്നും നീ കൂടുതൽ ഇവിടെ നിന്ന് സംസാരിക്കണ്ടെന്ന് പറഞ്ഞു അന്നേരത്തേക്കും നമ്മുടെ ജലജ. പക്ഷേ അവിടെ എൻ്റെ മോൻ ഒരിക്കലും എന്നെ ഇങ്ങനെ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞു ജലജ. എന്നെ ഇടിച്ച് താഴ്ത്തിയിട്ട് നിന്നെ ഒരിക്കലും പുകഴ്ത്തി സംസാരിച്ചിട്ടും ഇല്ലെന്നും പറഞ്ഞു. അപ്പം അതൊക്കെ കേട്ട് ദേവയാനി ഒന്ന് തിളയ്ക്കണം. അതിന് വേണ്ടിയിട്ട് പോൻ്റെ സ്വഭാവം മാറ്റാൻ വേണ്ടി ഏട്ടത്തി നിരാഹാരം കിടന്നിട്ടുണ്ട്. ആദർശിനോട് മിണ്ടാതിരുന്നിട്ടുമുണ്ട്. എന്നിട്ട് എന്തായി? അതൊക്കെ വെറുതെ കാറ്റിൽ പറത്തിയില്ലേ? അത് കാറ്റിൽ പറത്തിക്കൊണ്ടല്ലേ അവൻ മുന്നോട്ട് പോകുന്നതും. അപ്പം നീ പൊങ്കാലിടുന്നത് കണ്ടില്ലേ? അവൻ എത്ര മോശമായിട്ടാ അച്ഛൻ്റെയും ജയേട്ടൻ്റെയൊക്കെ മുന്നിൽ വെച്ച് അവളോട് പെരുമാറിയതെന്ന് ചോദിച്ചു ദേവയാനി. അങ്ങനെ പെരുമാറിയിട്ട് എന്താ ഏട്ടത്തി കാര്യം? തൊട്ടടുത്ത നിമിഷം തന്നെ അവൻ മാറുമല്ലേ, പിന്നെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. അപ്പം എനിക്ക് തോന്നുന്നത് ജയേട്ടനും അച്ഛനും അവനെ ഉപദേശിച്ച് കാണുമെന്നുള്ളതാ. ഉപദേശിച്ചു എന്ന് കരുതി അമ്മയെ തള്ളി പറഞ്ഞിട്ട് ഭാര്യയെ പൊക്കി പിടിക്കും ഏട്ടത്തി. ഏട്ടത്തി അവളുടെ മുന്നിൽ ഒന്നും അല്ലാതായി തീർന്നിരിക്കുക ഏട്ടത്തി. നീ വെറുതെ എൻ്റെ രക്തം തിളപ്പിക്കാൻ നോക്കണ്ടെന്ന് ദേവയാനി അന്നേരം ജലജയോട് പറയുന്നു. ഞാൻ രക്തം തിളപ്പിക്കാനൊന്നും നോക്കല്ല ഏട്ടത്തി, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞതാ. എന്തായാലും എനിക്ക് പറയാനുള്ളത്, അവൾ ആളിച്ചിരി അടവ് പിടിച്ചവളാ. അവളെ സൂക്ഷിച്ചില്ലെങ്കിൽ ദുഃഖിക്കേണ്ടി വരും. ഇതെനിക്ക് പറയാനുള്ളൂ എന്ന് പറഞ്ഞ് നവ്യ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. നവ്യ അതും പറഞ്ഞ് പോയി കഴിയുമ്പോൾ ഈ 2 ഈ വീട്ടിൽ നിന്ന് പുറത്താക്കിയാലേ അത് എനിക്കും എൻ്റെ മോനും സന്തോഷം തന്നെയാണ്. ഇവളെ ഇവിടുന്ന് ഇറക്കി വിടണം. എന്നാലും ഇവിടെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്നതേ ഏട്ടത്തിയുടെ മരുമകൾ തന്നെയാണ്. ഇവൾ അത്രയില്ല, എത്ര വിദഗ്ധമായിട്ടാണ് അവളെല്ലാവരെയും ഹാൻഡിൽ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറയാം. കൂടെ നിന്നിട്ട് അവൾ ആർക്കിട്ട് വേണമെങ്കിലും പണി കൊടുക്കും. പിന്നെ സ്നേഹിച്ച് നിന്നിട്ട് ഏട്ടത്തിയെ തല്ലിക്കും അവൾ ഏട്ടനെ കൊണ്ട്. അതിനും അവൾക്കൊരു മടിയില്ലെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയിപ്പിക്കുന്നു. അതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ ദേവയാനി ഞെട്ടി നിൽക്കുക കേട്ടോ. അവൻ ഈ കാട്ടിക്കൂട്ടുന്നൊക്കെ നാടകമാണ്. അവൻ ഇപ്പോഴും അവളോടാ സ്നേഹം. ഏട്ടത്തെ പൊക്കിപ്പിടിച്ച മോനെ കൊണ്ട് തന്നെ അവൾ ഏട്ടത്തെ താഴെ ഇറക്കിച്ചില്ലേ, അതാണ് അവളുടെ മിടുക്ക്. ഏട്ടത്തി നോക്കിയും കണ്ടൊക്കെ നിന്ന് ഏട്ടത്തിക്ക് കൊള്ളാമെന്നൊക്കെ പറഞ്ഞ് ജലജ ഇങ്ങനെ പറഞ്ഞ് അങ്ങ് കയറി പോകുന്നേ. ദേവയാനി അന്നേരത്തേക്കും ഇങ്ങനെ കലികേറി ഇങ്ങനെ നിൽക്കുക. ഈ സമയത്ത് ആദർശ് ഇങ്ങനെ ജോഗിങ് കഴിഞ്ഞ് നടന്ന് വരുന്നു. അമ്മ മകൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അപ്പോൾ ആ കോലം വരയ്ക്കുന്നതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഫോൺ വിളിച്ച് അമ്മ ആദർശിനോട് ചോദിക്കുക. അപ്പോൾ കോലത്തിൻ്റെ കാര്യം ചോദിച്ചപ്പോൾ അതെന്ത് കോലം, അമ്മ വരയ്ക്കുന്നതിന് അത്ര ഒന്നും വരില്ല എന്ന് ആദർശ്. ആ സമയത്ത് അവളതിനത് നന്നായിട്ട് വരച്ചിട്ടുണ്ടല്ലോ എന്ന് ദേവയാനി പറഞ്ഞപ്പോൾ എവിടെ നിന്ന് നന്നായി അമ്മ പറയുന്നതെന്ന് ചോദിച്ചു. അമ്മ വരയ്ക്കുന്നത് തന്നെയായിരുന്നു നല്ലതെന്നും എന്നിട്ടിപ്പോൾ അമ്മയെ മാറ്റിയിട്ട് അവളെ കൊണ്ട് വരപ്പിക്കുകയല്ലേ എന്ന് ചോദിച്ചു. എല്ലാം മുത്തശ്ശിയുടെ ഓരോ നിർബന്ധങ്ങളല്ലേ എന്നൊക്കെ ആദർശ് ചോദിച്ചപ്പം ശരി നീ പെട്ടെന്ന് പോരെ എന്നും പറഞ്ഞ് ദേവയാനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഈ സമയത്ത് ആദർശ് ഈ അമ്മയുടെയും ഭാര്യയുടെയും ഇടയിൽ കിടന്ന് കളിക്കുക എന്ന് പറഞ്ഞാലേ അത് വല്ലാത്തൊരു പാട് തന്നെയാണെന്നും പറഞ്ഞ് ആദർശ് പാവം ഇങ്ങനെ പോരുക. ഈ സമയത്ത് ജലജ ചെന്നു. കോലത്തെപ്പറ്റി ആദർശ് മോൻ എന്താ എടുത്തി പറഞ്ഞെന്ന് ചോദിച്ചു വന്ന്. ദേവയാനി ഒന്നും മിണ്ടുന്നില്ല. അവൻ വളരെ മോശമാണെന്ന് അമ്മയോട് പറഞ്ഞു കാണും അല്ലേ, എന്നിട്ട് അവളോടെ ഇതുപോലൊരു കോലം ആരും വരയ്ക്കില്ലെന്നാണ് പറഞ്ഞത്, ഏട്ടത്തി പോലും വരയ്ക്കില്ലെന്ന് അവൻ പറഞ്ഞില്ലേ എന്നൊക്കെ ജലജ ദേവയാനി ഓർമ്മിപ്പിക്കുന്നു. ഇത് ആദർശിൻ്റെ ഇരട്ടത്താപ്പാണ് ഏട്ടത്തി. ഒരേ സമയം അമ്മയെയും ഭാര്യയെയും അവൻ സന്തോഷിപ്പിച്ച് നിർത്തുകയാണെന്നുള്ള കാര്യമൊക്കെ പറയണു. ഇനി സാവകാശം അമ്മയെ സന്തോഷിപ്പിക്കൽ അവനങ്ങ് നിർത്തും, എന്നിട്ട് ഭാര്യയെ സന്തോഷിപ്പിക്കൽ മാത്രമാകും. നോക്കിക്കോ, അതാ സംഭവിക്കാൻ പോകുന്നത്. അവർ രണ്ടുപേരും ഏത് നേരവും ആനന്ദത്തോടെ കഴിഞ്ഞാൽ മതി എന്ന് അവനങ്ങ് തീരുമാനിക്കും. നീ എന്തിനാ എൻ്റെ പിന്നാലെ നടന്നിങ്ങനെ ശല്യം ചെയ്യുന്നതെന്ന് ദേവയാനി ചോദിച്ചു. അയ്യോ ഞാൻ ശല്യമൊന്നും ചെയ്യല്ലേ ഏട്ടത്തി, എൻ്റെ ഭയം കൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നത്. ഏട്ടത്തി അത് മോശമായി എടുക്കരുത് കേട്ടോ. അവളുമാർ ഈ വീട് പീഡിച്ചടക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ നമ്മളൊരു മൂലയ്ക്ക് ഒതുങ്ങേണ്ടി വരും, അത്രേ ഉള്ളൂ. കാരണം
അങ്ങനെ എന്നെ ഒതുക്കാനൊന്നും കിട്ടില്ലെന്ന് ദേവയാനി പറഞ്ഞു. ആര് പറഞ്ഞു കിട്ടില്ലെന്ന്? കിട്ടു ഏട്ടത്തി. മഴയത്ത് അവളെ ഇറക്കി വിട്ടപ്പോൾ കൊടുങ്കാറ്റ് പോലെയാണ് ജയേട്ടൻ ഇങ്ങോട്ടേക്ക് വന്നത്. എന്താ മറന്നുപോയോ? അങ്ങനെ എല്ലാവരും അവളുടെ കൂട്ടത്തിലാണ്. അതുപോലെ ഇന്ന് വരെ നടന്ന സംഭവങ്ങളെല്ലാം അവൾക്ക് സൈഡാണ്. അവൾക്ക് സൈഡ് നിൽക്കാൻ ഈ വീട്ടിൽ ഓരോരുത്തരായിട്ടുണ്ട്. അതുകൊണ്ട് ഏട്ടത്തിയുടെ കളിയൊന്നും അവളുടെ മുന്നിൽ നടക്കില്ല ഏട്ടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ജലജ ഇങ്ങനെ ദേവയാനിയെ എന്താ പറഞ്ഞാൽ പൊരിച്ചടുക്കിക്കൊണ്ടിരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.